ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്ന 25,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഈ ഒരു ഫോണിൻ്റെ 2 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഉള്ളൊരു പെർഫോമൻസിനെ കുറിച്ചാണ്. ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. സോ ക്യാമറയുടെ സൈഡിലാണെങ്കിലും പെർഫോമൻസിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പലരും അത് കമൻ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും ഒരു മടിയും കാണിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. സോ സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡിസൈനിൽ തന്നെ തുടങ്ങാം. ഞാൻ കേസ് ഇട്ടിട്ടാണ് മെജോറിറ്റി ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുള്ളത്. നത്തിങ്ങിൻ്റെ തന്നെ ഒഫീഷ്യൽ കേസാണ്. ആദ്യം 3000 രൂപ പ്രൈസ് കാണിച്ചെങ്കിലും എനിക്കിത് 630 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. സോ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്, ഒരു ഗ്ലാസ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് വെറുതെ പോക്കറ്റിലിട്ടാലും നല്ല രീതിക്ക് ഇതിൽ സ്ക്രാച്ച് വരും, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അതേപോലെ അത്യാവശ്യം നല്ല രീതിക്ക് ഫിംഗർ പ്രിൻറ്റും ഇതിൽ ആ ഒരു സ്മഡ്ജസൊക്കെ നല്ല രീതിക്ക് പറ്റിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കത് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഫോൺ കാണുമ്പോൾ ലൈറ്റൊക്കെ കത്തുമ്പോൾ ഇതേതാ ഫോൺ, ഇതെങ്ങനെയാണ്, ഇതെന്താണ് എന്നുള്ളതൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോളൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ അവർക്കൊരു കൗതുകമാണ്, ഒരു രസമാണ് അവർക്കൊക്കെ. സോ എൻ്റെ മോളൊക്കെ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു കമ്പോസറൊക്കെ എടുത്തിട്ട് ഈ ഒരു ടൂണ് വെച്ചിട്ട് ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് നോക്കി കളിക്കും, അല്ലെങ്കിൽ വേറെ ഫോണിൽ നിന്ന് ഈ ഒരു ഫോണിലേക്ക് വിളിച്ചിട്ട് ആ ലൈറ്റ് കത്തുന്നതൊക്കെ കാണാനായിട്ട് ശ്രമിക്കും. സോ അങ്ങനെയുള്ള ഒരു കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഈ ഒരു പേഴ്സണലി എനിക്ക് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് മറ്റ് ഉപയോഗങ്ങളൊന്നും തോന്നിയിട്ടില്ല. എന്നാലും അതുണ്ട്, നല്ല രസമായിട്ട് തന്നെ പോകുന്നു. ഡിസൈൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു നെഗറ്റീവും പറയാനില്ല. ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്മ സ്ക്രാച്ച് വരുന്നുണ്ട് നല്ല രീതിക്ക്. സോ ഞാനത് കേസ് ഇട്ടിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ നെറ്റ്വർക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് 5G ആണെങ്കിലും മീൻസ് മൊബൈൽ നെറ്റ്വർക്ക് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. NFC എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതാണ്. സോ 5Gയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നെറ്റ്വർക്ക് കട്ടായി പോകുന്ന പ്രശ്നങ്ങളോ റിസപ്ഷൻ്റെ പ്രശ്നമോ വൈഫൈ കോളിങ്ങിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ബ്ലൂടൂത്ത് ആണെങ്കിലും ഇപ്പോൾ നെറ്റ് ബാങ്കിൻ്റെ ആണെങ്കിലും മറ്റ് TWSകളാണെങ്കിലും കണക്ട് ചെയ്താലും അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ, ഡിസ്കണക്റ്റ് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോ നല്ലൊരു കണക്ടിവിറ്റി അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിൽ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പ്രോസസ്സർ ഏതാണെന്നോ ഇതിൻ്റെ ക്യാമറ ഏതാണെന്നോ അങ്ങനെയുള്ള നമ്പറുകളിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്, അല്ലാതെ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ചിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം അന്നും ഇന്നും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു ഫോൺ ഹീറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നാട്ടിൽ തൃശ്ശൂരൊക്കെ ഏകദേശം 40-42 ഡിഗ്രി വരെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഫാനിൻ്റെ അടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫോണിന് അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഈവൻ ചെറിയ ഗെയിമുകൾ കളിക്കുമ്പോൾ പോലും ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വെയിലത്ത് പോയിട്ട് അല്ലെങ്കിൽ കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് AC ഇടാതൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ മാപ്പ് ഓൺ ആക്കുക അല്ലെങ്കിൽ പുറത്ത് നിന്ന് കോൾ ചെയ്യുക, വീഡിയോ കാണുക, ആ സമയത്തൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. അത് നമ്മളുടെ സൂര്യൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമാണ്, ഫോണിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിലും കോള് കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഫാനിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡിൻ്റെ അടിയിലാണെങ്കിൽ ഫോൺ ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നം പോലും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. അത് അന്നുമില്ല ഇന്നുമില്ല, അതിലൊരു മാറ്റവും ഇല്ല. പലരും ഫോൺ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടു. എന്തായാലും ഈ ഒരു ഡിവൈസിന് ഹീറ്റിംഗ് ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വന്നാൽ നമുക്കറിയാം ഇവിടെ നത്തിങ് OS എന്ന് പറയുന്നത് OnePlus അല്ലെങ്കിൽ മോട്ടോ OS ഒക്കെ പോലെ ക്ലീൻ ആണ്. ഇവിടെ ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ ഒന്നും തന്നെ വരുന്നില്ല. സൂപ്പറായിട്ട് അവിടെയും പോകുന്നുണ്ട്. എനിക്ക് ഇതിലൊരു പേഴ്സണലി ഒരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത്, എനിക്ക് ഗാലറി ആപ്ലിക്കേഷൻ വേണം. ഇപ്പോൾ OnePlusലാണെങ്കിലും സാംസങ്ങിലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഗാലറി ആപ്പ് അല്ലെങ്കിൽ ആൽബം ആപ്പ് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഗൂഗിളിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തോ എനിക്ക് ആ ഒരു ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് ചെറിയൊരു
ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അതല്ലാതെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ലാഗ് ആവുന്ന പ്രശ്നം, സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങൾ, ഗ്ലിച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നല്ലൊരു ഫോൺ ഡെയിലി യൂസിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. നിങ്ങൾ ഒരു കമൻറ്റും അടിക്കാൻ നിൽക്കണ്ട, വേറെ റിവ്യൂ കാണാനും നിൽക്കണ്ട. ഡെയിലി യൂസിന്, നോർമൽ ഡെയിലി യൂസിന് അടിപൊളി ഫോണാണ് ഇത്. ഇനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ, നത്തിങ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണല്ല. ഓക്കെ, എന്നിരുന്നാലും ഇതിൻ്റെ പ്രോസസ്സറും ബാക്കി ഓവറോൾ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം വരുമ്പോൾ, ആ ഒരു ഒപ്റ്റിമൈസേഷൻ കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴും അത് 40 അല്ലെങ്കിൽ 35 താഴുന്നുണ്ട്. ഇപ്പോൾ ആസ്ഫാൾട്ട് ആണെങ്കിലും BGMI ആണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇത് ഏത് ഗെയിം ആണെങ്കിലും കളിക്കുമ്പോഴും അങ്ങനെ ഹീറ്റിംഗ് ആവുക, മീൻസ് ഹീറ്റിംഗ് ഇഷ്യൂ വരിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെയും വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പുറത്തിരുന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെയിലത്തൊക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ അപ്പം ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഒരു ഫാനിൻ്റെ അടിയിലൊക്കെ ഇരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും യാതൊരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂവോ പെർഫോമൻസ് ഡ്രോപ്പോ ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് ഫ്രെയിം ഡ്രോപ്പ് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആസ്ഫാൾട്ട് ലെജൻഡ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് വണ്ടി ഓടി പോകുന്നുണ്ട്. സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങൾ, ഫ്രെയിം ഡ്രോപ്പിൻ്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ ഒരു മോഡറേറ്റ് ഗെയിമിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഒന്നാമത്തെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര താഴെയാണ്. അതുകൂടാതെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതും ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ അത്യാവശ്യം വലിപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉള്ളിലോട്ട് വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് കിട്ടാത്തത് കൊണ്ട് അൺലോക്ക് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. ഇനി പ്രോപ്പറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സ്പീഡായിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. സോ പലപ്പോഴും എനിക്ക് ആ ഒരു ന്യൂമറിക് അൺലോക്ക് അല്ലെങ്കിൽ ഫേസ് അൺലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സോ ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അൺലോക്ക് ആവുന്നുണ്ട്. അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിലൊന്നും യാതൊരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ല. ഏത് കണ്ടന്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി സൺലൈറ്റിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു പൊടി, ഇപ്പം നമുക്ക് കിട്ടുന്നത് ഒരു 100 വെച്ച് നോക്കുമ്പോൾ ഒരു 90 എന്ന് വിചാരിക്കുക. ഒരു 10% കൂടി ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് തോന്നി എനിക്ക്. മോശമാണെന്നല്ല പറയുന്നത്, ഇപ്പം നമുക്ക് നല്ല വെയിലാണല്ലോ, നിങ്ങൾക്കറിയാം. സോ ആ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും ബ്രൈറ്റർ ആയിരുന്നെങ്കിൽ, ഒരു പൊടിക്കും കൂടി ഒരു 10% കൂടിയും ബ്രൈറ്റർ ആണെങ്കിൽ നല്ലതായേനെ എന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് ഇത് എൻ്റെ ഈ ഒരു അഭിപ്രായം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു നെഗറ്റീവും ഡിസ്പ്ലേ സൈഡിൽ പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ചാർജ് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഒരു ഫോണിന് വരുന്നില്ല. പലരും പറയുന്നുണ്ട് കേട്ടോ, പലരും കമൻ്റായിട്ട് ഈ ഒരു ഫോൺ ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂ, നിങ്ങൾക്ക് തന്നെ എൻ്റെ കമൻറ്റ്സ് നോക്കി, മുന്നത്തെ വീഡിയോയുടെ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഈ ഒരു യൂണിറ്റിന് ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂവേ ഇല്ല. എനിവേ, ഇതിൻ്റെ ബാറ്ററി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് 25 വാട്ടിൻ്റെ ആപ്പിൾ ഐപാഡിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു അഡാപ്റ്റർ തന്നെയാണ്. ഏകദേശം 1 മണിക്കൂർ അടുത്തെടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാനായിട്ട്. എൻ്റെ യൂസിന് 1 ഡേ ഈസിലി റണ്ണായി പോകുന്നുണ്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല രീതിക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ കോളൊക്കെ വരുന്ന സമയങ്ങളുണ്ടല്ലോ, അപ്പം മാത്രമാണ് ഏകദേശം ഒരു 20% താഴോട്ട് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 40-30 ആ ഒരു റേഞ്ചിൽ ബാറ്ററി പെർസെൻറ്റേജ് ബാക്കി ഉണ്ടാവാറുണ്ട് എൻ്റെ യൂസിന്. ഓക്കെ, ഇനി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് എത്രത്തോളം കിട്ടുമെന്നൊക്കെ നോക്കിയപ്പോഴും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം 40-45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അഡാപ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാനും പറ്റും. സോ ബാറ്ററിയുടെ സൈഡിലും പ്രത്യേകിച്ച് ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല. ഇനി നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഈ വയർലെസ് ചാർജിങ്ങോ അല്ലെങ്കിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എൻ്റെ ഡെയിലി യൂസിന് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചാണ്. ക്യാമറ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്, എത്രത്തോളം പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയണം. ഒരുപാട് കമൻസ് അതിനെക്കുറിച്ച് വരാറുണ്ട്. എനിവേ, ക്യാമറയുടെ കാര്യത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആദ്യകാലങ്ങളിൽ ശരിക്കും
സ്കിന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും ആകെ അങ്ങ് ഫ്ലാറ്റൻ ചെയ്ത് പോവാം. ഓരോ സംഭവങ്ങളും ഇപ്പോൾ HDR ആണെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മെജോറിറ്റി ടൈമും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. അത് HDR ആണെങ്കിലും നൈറ്റ് ഫോട്ടോയിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിലാണെങ്കിലും നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അതൊന്ന് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത് നമ്മൾ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ വേറെ വലിയൊരു സ്ക്രീനിലോട്ട് മാറ്റിയാലും ക്വാളിറ്റി ഡ്രോപ്പ് ഇല്ലാത്ത നൈറ്റ് ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു ഫോൺ തരുന്നത്. പോർട്രേറ്റും അതേപോലെ തന്നെയാണ്. മെജോറിറ്റി ടൈമും നല്ല രീതിക്ക് എഡ്ജൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഫോട്ടോസ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഇനി അൾട്രാ വൈഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെയാണ്. അത് അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. എന്നാലും കളറ് കാര്യങ്ങളെല്ലാം ഇച്ചിരി പച്ചപ്പ് അല്ലെങ്കിൽ ആകാശമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു നെഗറ്റീവും ഇപ്പോൾ പറയാനായിട്ടില്ല. വീഡിയോ പെർഫോമൻസിലോട്ട് വരുമ്പോൾ അന്നും നല്ലതായിരുന്നു, ഇന്നും അത് നന്നായി തന്നെ തുടരുന്നു. കുറച്ചും കൂടി കളറൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ വീഡിയോയുടെ കാര്യത്തിൽ 4Kയിൽ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല വീഡിയോ തന്നെയാണ്, ഒരു നെഗറ്റീവും ആ ഒരു ഏരിയയിൽ പറയാനായിട്ടില്ല. ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. നല്ല രീതിക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് ഫോട്ടോ ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും നല്ല രീതിക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. വീഡിയോസിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല കളറ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത് ഇത് പ്രോസസ്സിങ്ങിന് എടുക്കുന്ന സമയമാണ്. ഇപ്പോൾ സെൽഫിയിലാണെങ്കിലും റിയർ ക്യാമറയിലാണെങ്കിലും നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ 2-3 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഷട്ടർ ലാഗ് അല്ല, ശരിക്കും ആ ഒരു പ്രോസസ്സിങ് ഡിലേ തന്നെ ഇവിടെ വരുന്നുണ്ട്, നമുക്കിവിടെ കാണാം നിങ്ങൾക്ക്. സോ അതാണ് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഒരു ഫോണിനെ കുറിച്ച് ഓവറോൾ പറയാനാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനിലുള്ള ഫോൺ, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഫോൺ, ഒരു ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് തരുന്ന ഫോൺ. ഇനി ഓവറോൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ആണെങ്കിൽ എബോ ആവറേജ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഫോൺ, എബോ ആവറേജ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോൺ, എബോ ആവറേജ് ബാറ്ററി ലൈഫ് തരുന്ന ഫോൺ. സോ ഓവറോൾ എബോ ആവറേജ് പെർഫോമൻസ് തരുന്ന ഫോൺ 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഏതെങ്കിലും ഏരിയ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീണ്ടും ഞാൻ ഉറപ്പിക്കുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല. അപ്പോൾ അത്രമാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.